മൊത്തം ഇട് വെളിയില്, ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും. സ്നേഹം വേറെ, കാര്യം വേറെ. ഈ കാണിച്ച പ്രവൃത്തി എന്തോരം പാവമാണ് ഈ ചെയ്ത് കൂട്ടിയത്. അത് നമ്മൾ അംഗീകരിച്ച്. നിങ്ങളെ പ്രയാസത്തിന് ഇതാണ് മരുന്ന്. എത്ര എണ്ണം ഉണ്ട് താത്ത നോക്കട്ടെ. ഇനിയുണ്ട് കാരണം ഇത് എടുക്ക്, താഴെ നമ്മൾ എടുക്ക്. രണ്ടായിട്ട് പ്രസവിക്കില്ല, രണ്ടായിട്ട് പ്രസവിക്കില്ല. എടുക്ക് 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 നീ പോലീസിനെ വിളിച്ചോ. ഇനിയുണ്ട് ഇനിയുണ്ട്. രണ്ടെണ്ണമായിട്ട് വരില്ല, 5, 6 ഇതിൽ കുറഞ്ഞ് ഒരെണ്ണവും പ്രസവിക്കില്ല. അതുകൊണ്ട് എട് പറക്ക്. ഇനിയുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട്. അതേത് ആലോചിച്ച് നോക്കിയാൽ ഇത് എന്ത് മനുഷ്യത്വമില്ലായ്മ, ഇത് എന്ത് മനുഷ്യത്വമില്ലായ്മ. നിങ്ങൾ ഒരു കൂടെ വെച്ച് നിങ്ങൾ രാത്രി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ട് കളഞ്ഞാന്ത്. എടുത്തോണ്ട് പോ. ഇതിനൊക്കെ എന്താണ് പറയാലേ? പട്ടിക്കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയ ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടത്. അത് സ്വന്തം പറമ്പില് ഒരു പട്ടി കയറി പ്രസവിച്ചു എന്ന് കരുതി അയാൾക്ക് അയാളുടെ നിവൃത്തി കൊണ്ട്, അയാളുടെ അവസ്ഥ കൊണ്ട്, അയാളുടെ അവസ്ഥയ്ക്ക് മരുന്നെന്ന പോലെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ജീവനോടെയാണ് ആ പട്ടിക്കുട്ടികളെ ഇയാൾ എന്ത് ചെയ്തേക്കുന്നത്, മണ്ണിനടി കുഴിച്ചിട്ടേക്കുന്നത്. ഇയാളുടെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇയാൾ ഇത്രയും ക്രൂരമായിട്ട് മൃഗങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് സമൂഹത്തിൽ 100% ദോഷം ചെയ്യാൻ വേണ്ടി വരുന്നത്. കാരണം ദയ, കരുണ ഈ 2 സാധനം തൊട്ട് തീണ്ടാത്ത മനുഷ്യന്മാരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുള്ളൂ. എന്തിന്റെ കുഞ്ഞാണെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ ഒരു ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്ന നമുക്ക് എന്താ ഒരു ഓമനത്തും ലാളനൊക്കെ തോന്നും. അറ്റ്ലീസ്റ്റ് അയാൾക്ക് അതിനെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവിടാമായിരുന്നു. പുറത്തിറക്കി വിട്ടാലും മതിയായിരുന്നു. ആ തള്ള അതിനെ കടിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് നോക്കുമായിരുന്നു. അതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും തേടിത്തുനിന്ന് ജീവിച്ചാനെ. അതിറ്റങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുക ചെയ്തിട്ടുള്ളത്. തന്നെ ജീവനോടെ കുഴിച്ചു മൂടി എങ്ങനെയുണ്ടാവും? താൻ എത്ര വലിയ വേദന അനുഭവിക്കും. മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ജീവന്റെ വില ഒന്ന് തന്നെയാണ്. മനുഷ്യന് ഭൂമിയിൽ അവകാശമുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട്. താൻ മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന തന്നെയാണ് അതിറ്റങ്ങൾ മരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക. അല്ലാണ്ട് ഇവർ മരിക്കുന്ന സമയത്ത് ഇക്ലിയും നമ്മൾ മരിക്കുന്ന സമയത്ത് വേദനയല്ല ഉണ്ടാവുക. എന്തോരം വേദന സഹിക്കുന്നുണ്ടാവുക. ആ കുറച്ച് നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പയ്യൻ അത് കണ്ട് ഇയാളോട് പറഞ്ഞ് ആ ഒരു കുട്ടികൾ ആ മണ്ണിൽ നിന്ന് തിരിച്ച് പുറത്തെടുക്കുന്നത് വരെ ആ ചെറിയ പട്ടിക്കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ശ്വാസം മുട്ടൽ. ഇയാളെയൊക്കെ മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. കാട്ടാളൻ എന്ന അക്ഷരം തെറ്റാണ്ട് വിളിക്കാം. നാളെ ഇയാളുടെ വീട്ടിൽ ഇയാൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ജീവനോടെ കുഴിച്ചിടുമോ? ഇത് കാണുന്ന പോലീസുകാരെ കണ്ടെങ്കിൽ ഇയാളെ കറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യണം കേട്ടോ. വളർന്നു വരുന്ന വൃദ്ധനായ മറ്റൊരു ചെന്താമരയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇയാളെ കാണാം. ഇന്ന് മൃഗങ്ങളോട് കാണിച്ചു, നാളെ മനുഷ്യരോട് കാണിക്കില്ല എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി, എന്താണ് ഉറപ്പ്? മരിച്ചിട്ട് കുഴിച്ചിടുന്നത് ഓക്കെ, ജീവനോടൊക്കെ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ ആർക്കെങ്കിലും കുഴിച്ചിടാൻ വേണ്ടി തോന്നുന്നു. അത് ഇത്രയും ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളെ, അതിറ്റങ്ങളുടെ ആ ഒരു കോലം കണ്ടാൽ തന്നെ അറിയാം, കണ്ണുപോലും തുറന്നിട്ടില്ല. ജനിച്ചു വീണ മക്കളെ കുഴിച്ചിടുന്നത് എന്താടോ? ഇയാളേക്ക് എന്താണ് പറയേണ്ടത്? വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ കാലേന്ന് തലവരെ എന്തൊക്കെയോ ഒരു ഫീലിങ്സാണ് ഉണ്ടായത്. ഇയാളുടെയൊക്കെ മനസ്സുണ്ടല്ലോ, ഹൃദയം എന്ന് പറയുന്നത് പാറ കൊണ്ട് ഉണ്ടാക്കിയതാ, പാറ കൊണ്ട്. തൊട്ടടുത്തുനിന്ന് ആ പട്ടി, ആ തളപ്പട്ടി കിടന്ന് കാറി കൂന്നത് കണ്ടോ? അതും ഒരു അമ്മ തന്നെയാണ്, അതും വേദന സഹിച്ച് തന്നെയാണ് പ്രസവിച്ചത്. അല്ലാണ്ട് വായ വഴി ഛർദ്ദിച്ചിടൊന്നും അല്ല ചെയ്തത്. ഇങ്ങനെയുള്ളവന്മാരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താലേ? അയാൾക്ക് എപ്പോഴും അയാളുടെ സ്വാർത്ഥ ചിന്തകൾ. ഈ കുഴിയെടുത്ത് അതിറ്റങ്ങൾ അതിലിട്ട് മൂടാനുള്ള അത്രയും പരിപാടി പോലും ഇല്ല അതിറ്റങ്ങളൊന്ന് അയാളുടെ പറമ്പിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി വിടാൻ. ശരിക്കും ഇയാളെ കൈ കിട്ടിയിട്ട് പ്രായം നോക്കാണ്ട് 2 പൊട്ടിച്ചു വിടണമായിരുന്നു. അമ്മ പണി അയാൾ ചെയ്തു വെച്ചേക്കുന്നത്.